നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് നിന്നെ കാണുമ്പോഴേ കഷ്ടമാടി തോന്നുന്നേ. ഗിരിയേടിന് വേണ്ടി നിന്റെ ജീവിതത്തിന്റെ എത്രയോ വർഷങ്ങൾ നീ മാറ്റിവെച്ചിട്ടും ഒരു അംഗീകാരം ഇല്ലാതെ ഇവിടെ തുടരേണ്ടി വരുന്നത് കഷ്ടം തന്നെയാ. ഇപ്പോഴും നാട്ടുകാരും വീട്ടുകാരും എന്തിന് ഗിരിയേട്ടൻ പോലും നിന്നെ ഒരു തെറ്റായിട്ട് മാത്രമാ കാണുന്നേ. നിന്റെ സ്ഥാനത്ത് അന്തസ്സുള്ള ഏതൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയേനെ. പക്ഷെ അതിന് ഞാൻ പറഞ്ഞതുപോലെ അന്തസ് വേണം. ഒരു പോലീസ് കമ്മീഷണറോടാ നീ സംസാരിക്കുന്നേ. ബഹുമാനത്തോടെ സംസാരിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. അനാവശ്യം പറഞ്ഞാൽ എന്താണ് പറയണ്ടേന്ന് വീട്ടുകാര് നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? സോറി. കേട്ടില്ല? സോറി മാഡം. സോറി മാഡം. ഈ ബഹുമാനം വളരെ പ്രധാനമാണ്. ഇനി മേലാൽ എന്റെ മോളുടെ അടുത്ത് നീ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ഞാൻ ജയിലിലാക്കും. പിന്നെ നിന്നെ കൊണ്ടുള്ള ശല്യം ഈ കുടുംബത്തിനുണ്ടാവില്ല. മനസ്സിലായോ? മനസ്സിലായി. മോൾക്ക് ഐസ്ക്രീം പറയട്ടെ? വേണ്ട ആന്റി. ഹലോ മോളെ. എന്ത് പറ്റി? നല്ല വിഷമത്തിലാണല്ലോ. ഒന്നുമില്ല. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. ആ പ്രീതി ആവശ്യമില്ലാത്ത വല്ലതൊക്കെ പറഞ്ഞു കാണുമല്ലേ? അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം? മുകുന്ദൻ പറഞ്ഞു. പ്രീതി പറയുന്ന ഒന്നും മോള് കാര്യമാക്കാൻ നിൽക്കണ്ട. പണ്ട് മുതലേ മോളുടെ അമ്മയോട് അവൾക്ക് ശത്രുതയുണ്ട്. എന്റെ അമ്മയുടെ ശത്രുവാണെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ എന്തിനാ അവരെ ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നേ? പ്രീതി ഒരു നഴ്സല്ലേ. മോളുടെ അച്ഛമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയായിരിക്കും അച്ഛൻ അവളെ അവിടെ നിർത്തിയിരിക്കുന്നത്. പ്രീതി പറഞ്ഞതൊക്കെ നുണയാണെന്ന് ഞാനും മോളോട് പറഞ്ഞതാ. അവര് പറഞ്ഞതല്ല നുണയൊന്നും അല്ല. ഇത്രയും കാലമായി അമ്മ അച്ഛനിൽ നിന്ന് അകന്നാണ് കഴിഞ്ഞത്. എനിക്ക് എന്റെ അമ്മയെ നന്നായി അറിയാം. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തെറ്റെന്തായാലും അച്ഛന്റെ ഭാഗത്തായിരിക്കും. അങ്ങനെ ഒരാളെ മനസ്സിൽ വെച്ചോണ്ട് അമ്മ എന്തിനാ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രീതി എന്റെ ഒരു ചീത്ത സ്ത്രീയാണെന്ന് എനിക്കറിയാം. പക്ഷെ അവര് ചോദിച്ചാൽ ശരിയല്ലേ? ഇങ്ങനെ പിരിഞ്ഞു ജീവിക്കാനാണ് അച്ഛന്റെ അമ്മയുടെ തീരുമാനമെങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്തൂടെ? മോളെ, ചെറിയ കുട്ടികളൊന്നും ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പോലും പാടില്ല. അതിന്റെ അർത്ഥമോ അതുകൊണ്ട് കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന ആഘാതമോ ഒന്നും മനസ്സിലാക്കാനുള്ള പ്രായം മോൾക്കായിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയാണെന്ന് കരുതി എനിക്കൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്. അച്ഛനും അമ്മയും പിരിഞ്ഞു ജീവിക്കുന്നോണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം എനിക്കാ. പിന്നമ്മയുടെ വിഷമവും കഷ്ടപ്പാടും കാണുമ്പോ ഞാനൊന്നും മിണ്ടാറില്ലെന്നേ ഉള്ളൂ. അമ്മ എത്ര കാലമെന്ന് വെച്ചാ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാ?